Hi friends. അപ്പോൾ നമ്മൾ ഐഡിയൽ ഫെർമി സിസ്റ്റത്തിലെ പോളി പാരാമാഗ്നറ്റിസം ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ സസെപ്റ്റിബിലിറ്റിയുടെ എക്സ്പ്രഷൻ, അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലെ സസെപ്റ്റിബിലിറ്റിയുടെ എക്സ്പ്രഷനാണ് കണ്ടത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് സെഷനിൽ നമ്മൾ എല്ലാ ടെമ്പറേച്ചറിനും വാലിഡ് ആയിട്ടുള്ള സസെപ്റ്റിബിലിറ്റിയുടെ എക്സ്പ്രഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് 2 mu star b is equal to mu 0 n plus bar minus mu 0 into n minus n plus bar എന്ന് പറയുന്ന ഇക്വേഷനാണ്. നൗ നമുക്ക് വേണ്ടത് എന്താ? ഖൈ എന്ന് പറയുന്ന മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയുടെ എക്സ്പ്രഷനാണ് ഫോർ ഓൾ ടെമ്പറേച്ചർ. എല്ലാ ടെമ്പറേച്ചറിലും വാലിഡ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് നമുക്ക് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. ഈ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. നമുക്കറിയാവുന്നൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖൈ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലിസിറ്റ് എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ ഡയമെൻഷൻലെസ് പാരാമീറ്റർ, ഒരു ഡയമെൻഷൻ ഇല്ലാത്തൊരു പാരാമീറ്റർ ജിസ് ആർ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നൗ വി ആർ ഇൻട്രൊഡ്യൂസിങ് എ പാരാമീറ്റർ ആർ വിച്ച് ഇസ് ഡയമെൻഷൻലെസ് ടു ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഖൈ. ഓക്കെ, അപ്പോൾ ആറ് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ 2n plus bar minus n is equal to n into r. അപ്പോൾ നമ്മളൊരു അഡീഷണൽ ആയിട്ടൊരു പാരാമീറ്റർ കൊണ്ടുവന്നു, ദാറ്റ് ഇസ് ആർ. ആ ആറിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ വരും, അതായത് ആർ എങ്ങനെയാണ് ഈ എക്സ്പ്രഷനിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 2n plus bar minus n is equal to n into r ആയിട്ട് വരും. So this is a relation that is satisfying the condition of R. R obey ചെയ്യുന്ന റിലേഷൻ ആണ്. അല്ലെങ്കിൽ R is equal to നമുക്ക് എങ്ങനെ എഴുതാം? 2n plus bar minus n all divided by n എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ R എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അങ്ങനെ ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, നമുക്കറിയാം ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓർ മാഗ്നറ്റൈസേഷൻ. അങ്ങനെ മാഗ്നറ്റൈസേഷൻ എഴുതാം എന്നേ ഉള്ളൂ. ഓക്കെ, നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? mu star into n plus bar minus n minus bar. നമ്മളിതൊക്കെ മാക്സിമൈസ് ചെയ്തിട്ടുള്ള കണ്ടീഷനാണ് നമ്മളിവിടെ എഴുതുന്നത് കേട്ടോ. mu star is equal to n plus bar minus n minus bar. n plus ബാറിനും n minus ബാറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? n minus n plus, അല്ല n minus is equal to n minus n plus. അപ്പോൾ ആ എക്സ്പ്രഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ്. mu star into ഇവിടെ n plus bar മൈനസ് n മൈനസിന് പകരം ടോട്ടൽ n മൈനസ് n പ്ലസ്. അപ്പോൾ n മൈനസ് n പ്ലസ് ബാർ, n പ്ലസ് ബാർ മൈനസ് n മൈനസ് പ്ലസ് n പ്ലസ് ബാർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2n പ്ലസ് ബാർ ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ mu star into 2n plus bar minus n എഴുതി. mu star into 2n plus bar minus n. That is equal to എന്താണ്? mu star into nr. നമ്മൾ എഴുതിയില്ലേ 2n plus bar minus n is equal to nr അല്ലേ, from 22. അപ്പോൾ mu star into nr എന്ന് കിട്ടും. That is our equation number 23. ചെക്ക് ചെയ്യുക. ക്യാപിറ്റൽ M is equal to mu star into nr. ഇവിടെ ആറിൻ്റെ വാല്യൂ, ആർ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നുണ്ട്. ആറിൻ്റെ വാല്യൂ 0 മുതൽ 1 വരെ വാല്യൂ ചെയ്യും. ആറിൻ്റെ മിനിമം വാല്യൂ 0 ആയിരിക്കും, മാക്സിമം വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ഫ്രം ദിസ് n പ്ലസ് ബാറിൻ്റെ വാല്യൂ എന്താ വരിക? ഇവിടെ 2n പ്ലസ് ബാർ ഇസ് ഈക്വൽ ടു ഈ മൈനസ് n റൈറ്റിലേക്ക് പോയാൽ n പ്ലസ് n ആർ എന്നായി. അതിന് രണ്ടും n കോമൺ ആയിട്ട് പുറത്തേക്ക് എഴുതാൽ n ഇൻറ്റു 1 പ്ലസ് ആർ എന്നാവും. അപ്പോൾ n പ്ലസ് ബാർ ഇസ് ഈക്വൽ ടു n ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 2 എന്ന് കിട്ടും. n പ്ലസ് ബാർ ഇസ് ഈക്വൽ ടു n ഇൻറ്റു 1 പ്ലസ് ആർ ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ n മൈനസ് അപ്പോൾ 2n പ്ലസ് ഈ എക്സ്പ്രഷനിൽ നമ്മളിത് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. n പ്ലസ് ബാറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച പോലെ n മൈനസ് ബാറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ 2n പ്ലസ് ബാർ മൈനസ് n അല്ലേ. അപ്പോൾ n പ്ലസ് ബാർ ഇസ് ഈക്വൽ ടു എന്നുള്ള പകരം എന്ത് കൊടുക്കാം? n മൈനസ് ബാർ എന്ന് കൊടുത്തൂടെ. നമ്മൾ പലതവണ ഇതിനു മുമ്പൊക്കെ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? n മൈനസ് ബാറിന് പകരം n മൈനസ് n പ്ലസ് ബാർ എന്ന് യൂസ് ചെയ്തു. അപ്പോൾ n പ്ലസ് ബാർ ഇസ് ഈക്വൽ ടു എന്താണ്? n മൈനസ് ബാർ എന്നാണ് വരിക.
അപ്പോൾ n മൈനസ് ബാർ എന്ന് കൊടുക്കുന്നു മൈനസ് n. അപ്പോൾ 2n മൈനസ് n, അപ്പോൾ n ആയി മൈനസ് 2n മൈനസ് ബാർ എന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? nr തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്ന് ഈ 2n ബാർ റൈറ്റ് സൈഡിലേക്ക് പോയി nr ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ n മൈനസ് nr ഇസ് ഈക്വൽ ടു 2n മൈനസ് ബാർ. അപ്പോൾ n മൈനസ് ബാർ ഇസ് ഈക്വൽ ടു n ഇൻറ്റു 1 മൈനസ് r ബൈ 2. m ഇസ് ഈക്വൽ ടു മ്യൂ സ്റ്റാർ ഇൻറ്റു n പ്ലസ് ബാർ മൈനസ് n മൈനസ് ബാർ എന്നുള്ള എക്സ്പ്രഷനില്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ചെയ്യുന്നത്. മ്യൂ 0 ഇൻറ്റു n പ്ലസ് ബാറിന് പകരം n ഇൻറ്റു 1 പ്ലസ് r ബൈ 2 മൈനസ് മ്യൂ 0 ഇൻറ്റു n മൈനസ് n പ്ലസ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n മൈനസ് ബാർ ആണ്. n മൈനസ് n പ്ലസ് ബാർ ഇസ് ഈക്വൽ ടു n മൈനസ് ബാർ അല്ലേ? അപ്പോൾ n മൈനസ് ബാറിൻ്റെ വാല്യൂ നമുക്കറിയാം, n ഇൻറ്റു 1 മൈനസ് r ബൈ 2. അത് രണ്ടും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മ്യൂ സ്റ്റാർ ബി ആണ് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. സോ വി ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് n പ്ലസ് ബാർ ആൻഡ് n മൈനസ് ബാർ in equation number 21, that is equation number 24ഉം 25ഉം 21ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ മ്യൂ 0 ഓഫ് n പ്ലസ് ബാറിന് പകരം n ഇൻറ്റു 1 പ്ലസ് r ബൈ 2 മൈനസ് മ്യൂ 0 ഇൻറ്റു n മൈനസ് r, ഇത് n മൈനസ് ബാർ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു 1 മൈനസ് r ബൈ 2 കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 2 മ്യൂ സ്റ്റാർ ബി ആണ് അറിയാം. ഓക്കെ, വെൻ ബി ഈസ് ഈക്വൽ ടു 0, ബീൻ്റെ വാല്യൂ 0 ആണെന്ന് അസ്യൂം ചെയ്യാം. ബി 0 ആണെങ്കിൽ ബി ആറും 0 ആണ് അസ്യൂം ചെയ്യാം. വെൻ ബി ഈക്വൽ ടു 0 ആൻഡ് ആർ ഈസ് ഈക്വൽ ടു 0. ഓട്ടോമാറ്റിക്കായി അങ്ങനെ വരുള്ളൂ, കാരണം ഈ എക്സ്പ്രഷൻസ് ഈക്വൽ ആയിട്ട് മാറും. വെൻ ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയി, ഇത് 0 ആയി അല്ലേ? ഇത് 0 ആയി കഴിഞ്ഞാൽ ഇതെന്തായിരിക്കണം? 0 ആവും. ഇത് 0 ആവാനുള്ള കണ്ടീഷൻ ആർ ഈക്വൽ ടു 0 ആവുക എന്നുള്ളതാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. വെൻ ബി ഈക്വൽ ടു 0, മ്യൂ 0 ഓഫ് n ഇൻറ്റു 1 പ്ലസ് r ബൈ 2 ഇസ് ഈക്വൽ ടു മ്യൂ 0 ഓഫ് n ഇൻറ്റു 1 മൈനസ് r ബൈ 2. അപ്പോൾ മ്യൂ 0 ബൈ 2, മ്യൂ 0 n ബൈ 2 ക്യാൻസൽ ചെയ്യും. 1 പ്ലസ് r ഇസ് ഈക്വൽ ടു 1 മൈനസ് r എന്ന് കിട്ടും. 1 പ്ലസ് r 1 മൈനസ് r ഈക്വൽ ആവുക ഓൺലി വെൻ r ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ബി ഈക്വൽ ടു 0 ആണെങ്കിൽ r ഈക്വൽ ടു 0. ബിയും ആറും 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് കംപ്ലീറ്റ് റാൻഡം ഓറിയൻറ്റേഷൻ ഓഫ് എലമെൻ്ററി പാർട്ടിക്കിൾസ്, എലമെൻ്ററി മോൾസ്. ഈ പാർട്ടിക്കിളുകളുടെ കംപ്ലീറ്റ് റാൻഡം ഓറിയൻറ്റേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, പറയുന്ന അസ്യൂം ചെയ്യുന്ന കണ്ടീഷനാണ് ബി വെരി സ്മോൾ. ബി സ്മോൾ, വെരി സ്മോൾ ഓർ സ്മോൾ. ബിയുടെ വാല്യൂ ചെറുതാണ്, അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ ചെറുതായിരിക്കും. ഇതേപോലെ നോക്കിയാൽ മതി. ബി 0 ആണെങ്കിൽ r 0. അപ്പോൾ ബിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ആറിൻ്റെ വാല്യൂ കൂടുമെന്ന് അസ്യൂം ചെയ്താൽ മതി. ബി ചെറുതാണെങ്കിൽ ആറും ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടൈലർ സീരീസ് എക്സ്പാൻഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്താ? എഫ് ഓഫ് എക്സ് അറ്റ് എനി പോയിന്റ് x0. ടൈലർ സീരീസ് എക്സ്പാൻഷൻ അറ്റ് എനി പോയിന്റ് x ഇസ് ഈക്വൽ ടു x0 എന്ന് പറയുന്നത് എന്താ വരിക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x0 ഇൻറ്റു എക്സ് മൈനസ് x0 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് x0 പ്ലസ് എക്സ് മൈനസ് x0 ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ്. അങ്ങനെ പോകുന്ന ഒരു എക്സ്പാൻഷനാണ് വരിക അല്ലേ? അപ്പോൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ആണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x0 പ്ലസ് എക്സ് മൈനസ് x0 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് x0 പ്ലസ് എക്സെട്ര അറ്റ് എക്സ് അറൗണ്ട് എക്സ് ഇസ് ഈക്വൽ ടു x0 എന്നാണ് പറയുക. ഇതേ ടൈലർ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ എവിടെ യൂസ് ചെയ്യാണ്? ബി സ്മോൾ അല്ലേ? ബിയും ആറൊക്കെ സ്മോൾ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ 2 മ്യൂ സ്റ്റാർ ബിൻ്റെ കണ്ടീഷനിൽ, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനിൽ 2 മ്യൂ സ്റ്റാർ ബി ഈക്വൽ ടു ഇതല്ലേ, ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ടൈലർ സീരീസ് എക്സ്പാൻഷൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സിൻസ് ആർ ഈസ് വെരി സ്മോൾ, ആറിൻ്റെ വാല്യൂ കുറവായതുകൊണ്ട് നമ്മളിവിടെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടൈലർ സീരീസ് എക്സ്പാൻഷൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടൈലർ സീരീസ് എക്സ്പാൻഷനിലെ ഫസ്റ്റ് ടേം എന്താ? എഫ് ഓഫ് x0. ഇതേ ടേമാണ് ഇവിടെ എക്സിന് പകരം x0 എന്ന് കൊടുക്കണം. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? ആറിന് പകരം നമ്മളിവിടെ എടുക്കുന്നതാണ്. എവിടെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ പറയുന്നത്? ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദി ഇക്വേഷൻ എബൌട്ട് ആർ ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ എവിടെയാണോ എക്സ്പാൻഡ് ചെയ്യുന്നത്, എബൌട്ട് എന്താണോ കൊടുത്തിട്ടുള്ളത്, അവിടെ ആ ആറിന് പകരം ഇവിടെ എന്ത് വാല്യൂ ആണ് കൊടുക്കേണ്ടത്? 0 എന്നാണ് കൊടുക്കേണ്ടത്. ഈ ടൈലർ സീരീസ് ഇങ്ങനെ എഴുതുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x0 പ്ലസ് എക്സ് മൈനസ് x0 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് x0 പ്ലസ് എന്നൊക്കെ എഴുതുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ദിസ് എക്സ്പാൻഷൻ ഈസ് എബൌട്ട് x0 എന്ന് പറയുമ്പോഴാണ്, എബൌട്ട് x0 എന്ന് പറയുമ്പോഴാണ് ഇവിടെ x0 എന്നുള്ള ടേമൊക്കെ അതിൽ വന്നത്. നമ്മളോട് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്, ഇക്വേഷൻ നമ്പർ 26 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടൈലർ സീരീസ് വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. എബൌട്ട് r ഇസ് ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എഫ് ഓഫ് x0 എന്നുള്ള സ്ഥലത്ത് എഫ് ഓഫ് x0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്ന അതേ എക്സ്പ്രഷൻ തന്നെയാണ്, എക്സിന് പകരം x0 എന്ന് കൊടുത്തു എന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വരാം μ0 ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 2 മൈനസ് μ0 ഇൻറ്റു μ0 n ബൈ 2 ഇൻറ്റു 1 മൈനസ് ആർ. ഇവിടെ എന്ത് കൊടുക്കണം, ആറിന് പകരം എന്ത് കൊടുക്കണം, 0 കൊടുക്കണം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ ആറിന് 0 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ ആറിന് 0 കൊടുത്താൽ എന്താ കിട്ടുക, μ0 n ബൈ 2 എന്ന് കിട്ടും. ഇവിടെ ആറിന് 0 കൊടുത്താൽ μ0 n ബൈ 2 കിട്ടും. ഇടയിലുള്ള സിമ്പൽ എന്താ, മൈനസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എഫ് ഓഫ് x0 തുല്യമായിട്ടുള്ള ഫസ്റ്റ് ടേം ഇവിടെ എന്താ വരിക, 0 ആണ് വരിക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 μ സ്റ്റാർ ബി തന്നെ, ഇതന്നെ, ഇവിടെ ചേഞ്ച് ഇല്ല. ഇതാണ് നമ്മൾ ഇങ്ങനെ ആറിനെ ബേസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇവിടെ ആറിന് 0 കൊടുത്തു കഴിഞ്ഞാൽ μ0 n ബൈ 2 മൈനസ് μ0 n ബൈ 2 എന്ന് കിട്ടും, ദാറ്റ് ഇസ് 0 അല്ലേ. പ്ലസ് അപ്പോൾ എഫ് ഓഫ് x0 കിട്ടി, പ്ലസ് എക്സ് മൈനസ് x0 ആണ് വരിക. ഇവിടെ എക്സിന് പകരമുള്ളത് ആറാണ്, x0ന് പകരം നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ്, എബൌട്ട് എക്സ്പാൻഷൻ എബൌട്ട് എത്ര, ആർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് x0ന് പകരം ഇവിടെ ഉള്ളത് 0. അപ്പോൾ ആർ മൈനസ് 0 എന്ന് കൊടുക്കാം. ദെൻ എഫ് ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ, ഡോ ബൈ ഡോ ആർ ഓഫ് μ0 n ബൈ 2 ഇൻറ്റു 1 പ്ലസ് ആർ എബൌട്ട് ആർ ഈക്വൽ ടു 0 മൈനസ് μ0 n ബൈ 2 ഇൻറ്റു 1 മൈനസ് ആർ എബൌട്ട് ആർ ഈക്വൽ ടു 0 പ്ലസ് എക്സെട്ര. ക്ലിയർ അല്ലേ? കാരണം എഫ് ഡാഷ് ഓഫ് x0 എന്നാണ്. അപ്പോൾ ചെയ്യാനുള്ളത് എഫ് ഡാഷ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ എക്സിന് പകരമൊക്കെ x0 കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ നമ്മളിവിടെ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷിയേറ്റ് ചെയ്തു, എന്നിട്ട് ആ കിട്ടിയ റിസൾട്ടിൻ്റെ അവിടെയൊക്കെ ആറിന് എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. അതാണ് ഇങ്ങനെ എഴുതുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ ബൈ ഡോ ആർ ഓഫ് μ0 n ബൈ 2 ഇൻറ്റു 1 പ്ലസ് ആർ. അപ്പം ഇത് ചെയ്യാനൊന്ന് സിംപ്ലിഫിക്കേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത് കൊടുത്തുള്ളത് വെച്ചാൽ 1 പ്ലസ് ആർ ബൈ 2ന് പകരം എന്ത് കൊടുത്തു, എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പുട്ട് 1 പ്ലസ് ആർ ബൈ 2 ഈക്വൽ ടു എക്സ്, 1 പ്ലസ് ആർ ബൈ 2 ഇൻറ്റു ഈക്വൽ ടു എക്സ്. അപ്പോൾ ഡി ആർ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക, 1 ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് 0, ആർ ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് 2dx അല്ലേ. ഡി ആർ ഇസ് ഈക്വൽ ടു 2dx ഉണ്ട്. അപ്പോൾ ആറിന് 0 കൊടുത്താൽ എക്സിന് എത്ര വാല്യൂ കിട്ടുക, ഞാൻ ആർ ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ. ഡി ആർ ഇസ് ഈക്വൽ ടു 2dx ആണ്, ആർ ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു ഹാഫ് കിട്ടും. ആൻഡ് ഡി എക്സ് ബൈ ഡി ആർ ഇസ് ഈക്വൽ ടു dx ബൈ ഡി ആർ. അപ്പോൾ ഡി ആർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ 2നെ പ്രതി കൊണ്ടുപോയി dx ബൈ അല്ലെങ്കിൽ ഡോ എക്സ് ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു 1 ബൈ 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് ഇതിലെ ഈ ടേം മാത്രമാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഓരോ ടേമും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡോ ബൈ ഡോ ആർ ഓഫ് μ0 n ബൈ 2 ഇൻറ്റു 1 പ്ലസ് ആർ അറ്റ് ആർ ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ 1 പ്ലസ് ആർ ബൈ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഡോ ബൈ ഡോ ആർ ഓഫ് μ0 n ബൈ 2 ഇൻറ്റു 1 പ്ലസ് ആർ ഇസ് ഈക്വൽ ടു ഡോ ബൈ വിത്ത് റെസ്പെക്ട് ടു ആർ അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് μ0 ഓഫ് എൻ എക്സ് 1 പ്ലസ് ആർ ബൈ 2ന് പകരം എക്സ് μ0 ഓഫ് n ഇൻറ്റു എക്സ് എവിടെയാണ് അറ്റ് ആർ ഈക്വൽ ടു 0. ഇവിടെ ആർ ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് എന്ന് കിട്ടും. വിത്ത് റെസ്പെക്ട് ടു ആറിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വേണം, ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആറും കൂടി വേണം. ഈ ഡിഫറൻസിയേഷൻ ശ്രദ്ധിക്കുക. ഡോ ബൈ ഡോ ആർ ഓഫ് μ0 n ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 2 ആണ്. അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് μ0 n എക്സ് എന്ന് കിട്ടും. ഡോ ബൈ ഡോ ആർ ഓഫ് μ0 n എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് μ0 n എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ. ഇവിടെ അറ്റ് ആർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു, ആറിന് പകരം ഇവിടെ എക്സ് അല്ലേ ഉള്ളത്, റെസ്പെക്ട് എക്സ് അല്ല ഇവിടെ വരുന്നത് ഈ ടൈമിൽ. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് എന്നാക്കുക. ഡോ എക്സ് ബൈ ഡോ ആറിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്രയാണ്, 1 ബൈ 2 അല്ലേ. അപ്പോൾ ഡോ ബൈ ഡോ ആർ ഓഫ് μ0 n ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 2 ഇസ് ഈക്വൽ ടു 1 ബൈ 2 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് μ0 n എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ്. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഡോ ബൈ ഡോ ആർ ഓഫ് μ0 ഇൻറ്റു n ഇൻറ്റു 1 മൈനസ് ആർ ബൈ 2 അറ്റ് ആർ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈ ടേമിൻ്റെ ഡിഫറൻസിയേഷനും
നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, 1+r/2 എക്സ് കൊടുത്ത പോലെ 1-r/2 ഞാൻ എന്ത് കൊടുത്തു, y എന്ന് കൊടുത്തു. 1 - r = 2y എന്ന് കിട്ടും. ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, -dr = 2dy എന്ന് കിട്ടും. ഇപ്പോൾ dy/dr = -1/2 എന്ന് കിട്ടും. അഗെയിൻ r = 0 ആയി കഴിഞ്ഞാൽ y = 1/2 എന്ന് കിട്ടും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ ∂/∂r(μ0 × 1 - r) ഇവിടെ ∂/∂x എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, തെറ്റിപ്പോയതാണ് കേട്ടോ. ∂/∂y എന്നാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇക്വേഷൻ നമ്പർ 29 ഇവിടെ y എന്നാണ് വേണ്ടത്. ∂/∂y ഓഫ് റെസ്പെക്ട് ടു y അല്ല, ∂/∂y ഓഫ് μ0 and y at y is equal to half into ∂y/∂r. ശ്രദ്ധിക്കുക കേട്ടോ, ഇവിടെ x അല്ല, ഇവിടെ y ആണ് വേണ്ടത്. μ0 and y at y is equal to half ∂y/∂r. ∂y/∂rന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, -half അല്ലേ. -half ∂/∂y ഓഫ് μ0 and y at y is equal to half. അപ്പോൾ നമുക്ക് ഈ ടേം കിട്ടി, ∂/∂r ഓഫ് μ0 n × 1 - r/2 എന്നുള്ളത് -1/2 ∂/∂y ഓഫ് μ0 and y at y is equal to half. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, that is equation number 28 and 29, substitute in 27. Okay, അപ്പോൾ 2μ∗b is equal to ഇവിടെ r - 0 is equal to r തന്നെ. അപ്പോൾ r അല്ലേ, ഇനി ∂/∂r ഓഫ് μ0 n × 1+r/2 നമുക്ക് കിട്ടിയ പകരം വാല്യൂ എന്താണ്, 1/2 × ∂/∂x ഓഫ് μ0 n x at x is equal to half കൊടുത്തു. 1/2 ∂/∂x ഓഫ് μ0 n x at x is equal to half. അതുപോലെ വൈയുടെ കണ്ടീഷൻ, ഇവിടെ മൈനസ് ആണ് സിമ്പിൾ, ∂/∂r ഓഫ് μ0 n × 1 - r/2 പകരം -1/2 എന്നാണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി, 1/2 ∂/∂y ഓഫ് μ0 n y at y is equal to half. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കുന്ന ഒരു കാര്യം ഇതാണ്, 1/2 ഓക്കെ, 1/2 നമുക്ക് പുറത്തേക്ക് എടുത്തു വിചാരിക്കാം, r/2 ആയിക്കോട്ടെ. ∂/∂x ഓഫ് μ0 n x at x is equal to half, ∂/∂y ഓഫ് μ0 n y at y is equal to half. രണ്ടും സെയിം അല്ലേ ശരിക്കും? ഇവിടെ x ആണ്, ഒന്ന് വിത്ത് റെസ്പെക്ട് x ആണ് ഡിഫറൻസിയേഷൻ, ഒന്ന് വിത്ത് റെസ്പെക്ട് y ആണ് ഡിഫറൻസിയേഷൻ. ഒന്നിൽ x is equal to half, ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ടിൽ എക്സിന് ഹാഫ് കൊടുക്കണം, മറ്റേത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ടിൽ വൈക്ക് ഹാഫ് കൊടുക്കണം. ബാക്കി എല്ലാം സെയിം ആണ് അല്ലേ. μ0 n x പകരം ഇവിടെ μ0 n y ആണ്, ∂/∂x പകരം ∂/∂y ആണ്. അപ്പോൾ ഇതിന്ന് കിട്ടുന്ന റിസൾട്ട് രണ്ടും എന്താവില്ല, ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് രണ്ടിനും സെയിം ആവില്ല. ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ആൻഡ് y is equal to half, രണ്ടും സെയിം ആവില്ല. കാരണം ഇവിടെ ഫംഗ്ഷന് വേറെ മാറ്റങ്ങളൊന്നുമില്ല. μ0 n ഇവിടെ x ആണ്, ഇവിടെ y ആണ്. വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇവിടെ y വിത്ത് റെസ്പെക്ട് y ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ x is equal to half, ഇവിടെ y is equal to half. അപ്പോൾ രണ്ടും സെയിം റിസൾട്ടാണ് തരാം. അപ്പോൾ 2 ടൈംസ് ഇതിലേതെങ്കിലും ഒന്നെന്ന് എഴുതിയാൽ മതി. ഓക്കെ, r/2 പുറത്തുണ്ട്, 2 ടൈംസ് ∂/∂x ഓഫ് μ0 n x at x is equal to half എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 ടൈംസ് ∂/∂y ഓഫ് μ0 n y at y is equal to half എന്ന് എഴുതാം. അത് ഏത് എഴുതിയാലും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുന്നത് 2 ടൈംസ് ∂/∂x ഓഫ് μ0 n x at x is equal to half എന്നാണ്. പുറത്തൊരു 1/2 ഉണ്ട്, 1/2 × 2 എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2μ∗b is equal to r × ∂/∂x ഓഫ് μ0 n x at x is equal to half എന്നുണ്ട്. ഓക്കെ, ഫ്രം ദിസ് r is equal to എന്താ, 2μ∗b by ∂/∂x of μ0 n x at x is equal to half. So this is the expression for r. r എന്നുള്ളത് നമ്മൾ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ്. അപ്പോൾ ആറിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി, 2μ∗b by ∂/∂x of μ0 n x at x is equal to half. ഓക്കെ, ഇനി വാട്ട് ഈസ് ഹൈ? ഹൈ is equal to m/v. മുകളിൽ മുമ്പ് എഴുതിയിട്ടുണ്ട്, ലിമിറ്റ് b tends to 0 എന്നൊക്കെ ലോ ഫീൽഡിൻ്റെ കണ്ടീഷനിൽ നമ്മൾ എഴുതിയതാണ്. m/v, m is equal to μ∗nr. ഇക്വേഷൻ നമ്പർ 23 m is equal to μ∗nr എന്ന് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ദാറ്റ്, പ്രീവിയസ് ഇക്വേഷൻ ആണ് ഇവിടെ. m is equal to μ∗ × nr അല്ലേ. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എമ്മിന് പകരം ക്യാപിറ്റൽ എമ്മിന് പകരം μ∗ × nr നേടി ബൈ vb. r equal to എന്താണ്, ഫ്രം 30 r is equal to 2μ∗b by പറഞ്ഞിട്ട് ഈ എക്സ്പ്രഷൻ അല്ലേ.
സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം മ്യൂ സ്റ്റാർ എൻ ബൈ വി ബി ഇൻറ്റു ആറിന് പകരം 2 മ്യൂ സ്റ്റാർ ബി ബൈ ഡോ എക്സ് ഓഫ് മ്യൂ സീറോ എൻ എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിയും ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു. എൻ ബൈ വിക്ക് പകരം സ്മോൾ എൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2n ഇൻറ്റു മ്യൂ സ്റ്റാർ സ്ക്വയർ, ഇവിടെ മ്യൂ സ്റ്റാർ അല്ലേ, മ്യൂ സ്റ്റാർ സ്ക്വയർ എന്ന് വരുന്നുണ്ട്, ഡോ എക്സ് ഓഫ് മ്യൂ സീറോ എൻ എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് 2n mu star square by dou x of mu 0 n x at x is equal to half. This is the magnetic susceptibility at any temperature. എല്ലാ ടെമ്പറേച്ചറിലും വാലിഡ് ആയിട്ടുള്ള റിലേഷൻ ആണ് ഈ സാധനം കേട്ടോ. 2n mu star square dou x of mu 0 n x എന്ന് പറയുന്ന റിലേഷൻ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ജസ്റ്റ് രണ്ട് ആ സീറോ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ പഴയ റിലേഷൻ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാണ് നമുക്ക് വേണ്ടത്. ഫോർ ദാറ്റ് കൺസിഡർ ദീസ് ടു കണ്ടീഷൻസ്. ഫോർ ടി ഈസ് ഈക്വൽ ടു 0, ടെമ്പറേച്ചർ 0 ആയി കഴിഞ്ഞാൽ എനർജിയുടെ വാല്യൂ, മാക്സിമം എനർജി ലെവലിൻ്റെ എനർജി വാല്യൂ ആണെന്ത്, ഇതൊക്കെ നമ്മളെ 3n by 4 pi GeV all raised to 2 by 3 into h square by 2m. This is from thermodynamics of ideal Fermi system വരുന്ന ഒരു ഇക്വേഷൻ ആണ്. അതും കെമിക്കൽ പൊട്ടൻഷ്യലും ഒക്കെ സെയിം ആയിരിക്കും. ഇവിടെ മ്യൂ ആണ് കേട്ടോ, ഇവിടെ മ്യൂ സ്റ്റാർ അല്ല, ചെക്ക് ദിസ് മ്യൂ. ഹിയർ മ്യൂ ഇസ് ദ കെമിക്കൽ പൊട്ടൻഷ്യൽ, that must be equal to Fermi energy, and that is equal to 3n by 4 pi GeV all raised to 2 by 3 h square by 2m. ഇവിടെ ഞാൻ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. ആക്ച്വലി ദാറ്റ് ഈസ് 0th അപ്രോക്സിമേഷൻ എന്നാണ് പറയാം കേട്ടോ. ചില ബുക്കുകളിൽ ഫസ്റ്റ് അപ്രോക്സിമേഷൻ, സെക്കൻഡ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ചില ബുക്കുകളിൽ 0th അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് 0th അപ്രോക്സിമേഷൻ ആണ്, ഫസ്റ്റ് അപ്രോക്സിമേഷൻ അല്ല. ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഇതാണ്. ഞാൻ സെക്കൻഡ് എന്ന് എഴുതിയതാണ് ആക്ച്വലി ഫസ്റ്റ് എന്ന് എഴുതിയതാണ് 0th. നമ്മുടെ ബാത്രിക വെച്ചിട്ടാണെങ്കിൽ, വേറെ ബുക്ക് വെച്ചിട്ടാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് അവർ എടുത്തിട്ടുള്ളത്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ആസ് പെർ മാത്രിയ ദാറ്റ് ഈസ് 0th അപ്രോക്സിമേഷൻ ആണ്. 0th അപ്രോക്സിമേഷൻ പ്രകാരം മ്യൂവിൻ്റെയും എപ്സിലോൺ എഫിൻ്റെയും വാല്യൂസ് സെയിം ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3n by 4 pi GeV all raised to 2 by 3 h square by 2m. ഓക്കെ, ഫസ്റ്റ് അപ്രോക്സിമേഷൻ ആണെങ്കിൽ വരുന്ന വാല്യൂ ഇതാണെന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ഈ ഇക്വേഷൻസ് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ദി equation number 32 represents the 0th approximation, and this is the first approximation. And for fictitious system, fictitious systemത്തിന്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറയുന്നത്. fictitious systemത്തിന്റെ കണ്ടീഷനിൽ എന്താണ്, സ്പിൻലെസ് പാർട്ടിക്കിൾ ആണ്. സ്പിൻലെസ് പാർട്ടിക്കിൾ ആകുമ്പോൾ അവിടെ ജിയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ മ്യൂ 0 ഓഫ് എക്സ് എൻ, നമ്മൾ മ്യൂ 0 ഓഫ് എന്നിൻ്റെ എക്സ്പ്രഷൻ, മ്യൂ 0 ഓഫ് എൻ ആണ് ഈ കെമിക്കൽ പൊട്ടൻഷ്യലിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ആണിത്. മ്യൂ 0 ഡിപ്പെൻഡിങ് അപ്പോൾ ഓൺലി ഓൺ എൻ. അപ്പോൾ മ്യൂ ഡിപ്പെൻഡിങ് അപ്പോൾ എക്സ് എൻ ആകുമ്പോൾ എന്ത് ചെയ്യണം, 3 ഇൻറ്റു എക്സ് എൻ ആയിട്ട് മാറും. 4 പൈ ജിയുടെ വാല്യൂ 1 ആണ്, വി ഓൾ റൈസ് ടു 2 by 3 h square by 2m ആയിട്ട്. സോ ഫോർ ഫിക്റ്റീഷ്യസ് സിസ്റ്റം g is equal to 1 and mu 0 xn is equal to 3xn by 4 pi v all raised to 2 by 3 h square by 2m ആണ് കിട്ടുക. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3n by 4 pi v all raised to 2 by 3 കോൺസ്റ്റൻ്റ് ആണ്, h square by 2m കോൺസ്റ്റൻ്റ് ആണ്. x raised to 2 by 3 ഡെറിവേറ്റീവ് 2 by 3 x raised to minus 1 by 3 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് ഇവിടെ എക്സ് കൈ കിട്ടണമെങ്കിൽ ഡോ എക്സ് വേണ്ടേ, അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡോ എക്സ് ഓഫ് മ്യൂ 0 xn ചെയ്യാം. അപ്പോൾ 3n by 4 pi v all raised to 2 by 3 h square by 2m കോൺസ്റ്റൻ്റ്, x raised to 2 by 3 ഡെറിവേറ്റീവ് 2 by 3 x raised to minus 1 by 3. Now put x is equal to half. ഇനി എക്സിന് എന്ത് കൊടുക്കുക, ഹാഫ് എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ 3n by 1 by 3 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഈ പവറൊക്കെ റീഅറേഞ്ച് ചെയ്യുക, 2 raised to minus 1 by 3 എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും, അല്ല 1 by 2 raised to minus 1 by 3 is equal to 2 raised to plus 1 by 3 ആയിട്ട് മാറും. അപ്പോൾ 2 raised to plus 1 by 3 into 2 എന്ന് പറഞ്ഞാൽ 2 raised to 4 by 3 ആണ്. 2 raised to 4 by 3 by 3 3n by 4 pi v all raised to 2 by 3 h square by 2 എന്നുള്ള റിലേഷനും കിട്ടും.
So this is for dou by dou x of mu 0 xn. This differentiation ആണ്. ഡിഫറൻസിയേഷനിൽ കിട്ടിയ റിസൾട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതെന്ന് മാത്രമാണ് കേട്ടോ. Now ഫെർമി സിസ്റ്റം, ആക്ച്വൽ ഫെർമി സിസ്റ്റത്തിലാണെങ്കിൽ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ആകുമ്പോൾ ജീൻ്റെ വാല്യൂ 2 ആണ് അല്ലേ. അപ്പോൾ എപ്സിലോൺ എഫിൻ്റെ എക്സ്പ്രഷൻ എന്താ വരിക ഇവിടെ? 3n/4π into 2v, that is 3n/8πv എന്നായിട്ട് മാറും. all raised to 2/3 h²/2m കേട്ടോ. So 3n/8πv all raised to 2/3 h²/2m. For actually this is 1/2 raised to 2/3 പുറത്തേക്ക് എടുത്താൽ ഇതെന്താ സാധനം? 3n/4πv all raised to 2/3 h²/2m എന്ന് കിട്ടും. This is equal to epsilon f. This is the case of epsilon f ന്റെ കണ്ടീഷൻ ആണ്. അപ്പോൾ 2 raised to 2/3 into epsilon f, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നു. 2 raised to 2/3 into epsilon f is equal to 3n/4πv all raised to 2/3 h²/2m. അപ്പോൾ നമുക്കിനി കിട്ടിയ ഡോ ബൈ ഡോ എക്സിൻ്റെ ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഒരു ഇക്വേഷൻ നമ്പർ 35. 3n/4πv all raised to 2/3 h²/2m ഉണ്ട്. 3n/4πv all raised to 2/3 h²/2m അല്ലേ. ഇവിടെ ഈ ടേം അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2 raised to 2/3 എപ്സിലോൺ എഫ് എന്ന് കൊടുത്തൂടെ? 2 raised to 2/3 എപ്സിലോൺ എഫ് എന്ന് കൊടുക്കാം. 2 raised to a into 2 raised to b എന്ന് പറഞ്ഞാൽ 2 raised to a plus b ആണ്. ദാറ്റ് ഇസ് 4/3 plus 2/3 എന്നാൽ 6/3 എന്ന് വരും. ദാറ്റ് ഇസ് 2 raised to 2 4 അല്ലേ. 4/3 എപ്സിലോൺ എഫ് എന്നാണ് നമുക്ക് എന്ത് കിട്ടുക? ഡോ ബൈ ഡോ എക്സ് ഓഫ് mu 0 xn കിട്ടുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് mu 0 xn equal to at x is equal to half. ആ കണ്ടീഷൻ കൂടി നോക്കണം. at x is equal to half, that is equal to 4/3 എപ്സിലോൺ എഫ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ സസെപ്റ്റിബിലിറ്റി എന്തായിട്ട് മാറി? സസെപ്റ്റിബിലിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? 2n mu star square by ഡോ ബൈ ഡോ എക്സ് അല്ലേ. ഡോ ബൈ ഡോ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 4/3 എപ്സിലോൺ എഫ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2n mu star square by 4/3 എപ്സിലോൺ എഫ്. 3 മുകളിലേക്ക് വരും, 2ഉം 4ഉം ക്യാൻസൽ ചെയ്യും, 3/2 എന്ന് വരും. n mu star square by എപ്സിലോൺ എഫ്. ഇത് നമ്മളെ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ, നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 9 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള റിലേഷനായിട്ട് ഐഡൻറ്റിക്കലായിട്ട് മാറും. ഫസ്റ്റ് വരുന്ന റിലേഷനാണ്. ലുക്ക് അറ്റ് ദിസ്. ഹൈ സീറോ ഇസ് ഈക്വൽ ടു 3/2n mu star square by എപ്സിലോൺ എഫ്. അത് നമ്മൾ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ചെയ്ത റിസൾട്ടാണ്. ആ റിസൾട്ടും നമ്മൾ ഇതെന്താണ്, ഈ ഖൈയുടെ ജനറൽ എക്സ്പ്രഷനാണിത്. ഇത് ഏത് ടെമ്പറേച്ചറിലും വാലിഡ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. അതിൽ നമ്മൾ സ്പെസിഫിക് കണ്ടീഷൻ t is equal to 0 കൊടുത്തിട്ട് കിട്ടിയ റിസൾട്ടും നമ്മൾ നേരത്തെ അബ്സല്യൂട്ട് സീറോൻ്റെ മാത്രം ചെയ്യുന്ന കിട്ടുമ്പോൾ റിസൾട്ടും ഒന്നായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്.